നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം വിശദീകരിച്ചു അല്ലേ. ഇന്ന ഹാദാ അഖീ ലഹു 99 നഅജതൻ വലിയ നഅജത്തുൻ വാഹിദ ഫഖാല അക്ഫിൽനീഹ വഅസ്സനി ഫിൽ ഖിതാബ് ഖാല ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജി വഇന്ന കസീറൻ മിനൽ ഖുലതാഇ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദ് ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വഖലീലും മാ ഹും وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. നമ്മൾ വിശദീകരിച്ച് വെച്ചേ ഇവിടെ നമ്മൾ ചില ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിലും അതേപോലെ തന്നെ ചില തഫ്സീറുകളിലും അതേപോലെ തന്നെ ഇസ്രായേലിയാത്ത് വേദപുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതായ ഇസ്രായേലി ഇതിഹാസങ്ങൾ, അതിന് വന്ന കുറേ കഥകൾ, അത് ഈ ഒരു സംഭവവുമായി ചേർത്ത് പ്രചരിപ്പിക്കപ്പെട്ടൊരു വിഷയമാണ് നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. നമ്മൾ പറഞ്ഞതിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നെന്നും പിന്നെ തൻ്റെ സൈന്യത്തിൽ ഒരു സൈനികൻ്റെ ഭാര്യയെ കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ആവശ്യപ്പെടുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു അപരാധമാണ്. അന്നത് അനുവദനീയമാണെങ്കിലും അന്ന് സാർവത്രികമായിരുന്നു. ഒരാളുടെ ഭാര്യയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കാം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കൽ. ഇതൊരു വ്യഭിചാരമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന മഹാ അപകട റിവായത്തുകളുണ്ട്. അതൊന്നും ശരിയല്ല. പ്രവാചകന്മാരുടെ മക്കാമിന് ഒരിക്കലും നിരക്കുന്ന ഒരു വിഷയമല്ല. ഇതിലിത്രയേ ഉള്ളൂ. അന്ന് ആളുകൾക്കിടയിൽ ഒരു സ്വഭാവമായിരുന്നു, ഒരാളുടെ ഭാര്യയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അയാളോട് പറയാം നീ നിൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തണമെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കും എന്നുള്ള ഒരു രീതി. അപ്പോൾ അതാണ് അവിടെ അദ്ദേഹം നടത്തിയത്. അക്ഫിൽനീഹ എന്നാണല്ലോ പറഞ്ഞത്. നീ എനിക്ക് ഉടമപ്പെടുത്തി തരിക എന്ന്. അപ്പോൾ അതിലത്രേ നടന്നിട്ടുള്ളൂ. അതന്ന് ഉള്ള ഒരു വിഷയമായിരുന്നു എന്നുള്ളതാണ്, ആളുകൾക്കിടയിൽ ഉള്ള ഒരു സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമ്മതിച്ചില്ല, ഉദ്ദേശിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ ഒരു കോർവയിൽ, അതായത് ഇവിടെ നോക്കി നിങ്ങൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പാക്കി, തീർച്ചയാക്കി, അന്നമാ ഫതന്നാഹു, തീർച്ചയായും നാം അദ്ദേഹത്തെ പരീക്ഷിച്ചിരിക്കുന്നു എന്ന്. ഫസ്തഗ്ഫറ റബ്ബഹു, ഉടനടി അദ്ദേഹം റബ്ബിനോട് എന്ത് ചെയ്തു? ഫസ്തഗ്ഫറ എന്നാണ് ഇവിടെ എന്നുള്ളത് തഖീബിൻ്റെ ഫയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ റബ്ബിനോട് പാപമോചനം തേടി. വഖറ റാക്കിയാൻ വഅനാബ്, വഖറ റാക്കിയാൻ, അദ്ദേഹം റുക്കോയിൽ വീണു. ഖറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണു. റാക്കിയാൻ, റുക്കോ ചെയ്യുന്നവനായി. വഅനാബ്, അദ്ദേഹം ഖേദിച്ച് മടങ്ങുകയും ചെയ്തു എന്നാണ്. ഇവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വിഷയം എന്താണ്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തന്നെ പരീക്ഷിച്ചു. ഏത് നിലക്ക്? അതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ അതിലൊരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇന്നഹാദ ഈ ഒരു ഉണ്ടല്ലോ, ഈ രണ്ട് ഹസ്മുകൾ, വാദിയും പ്രതിയും മതിൽ ചാടി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വരികയും എന്നിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനാണ് എന്നാണ് ഈ വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 99 ഇണകളുണ്ടായിരുന്നു. അതുണ്ടായിരിക്കാൻ മറ്റൊരു ഇണയെ കൂടി അദ്ദേഹം എന്തിനാണ് ആഗ്രഹിച്ചത്? അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്ന വീഴ്ചയാണ്. അതാണ് ഇവിടെ അദ്ദേഹത്തിന് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പരീക്ഷണം. അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 99 ഭാര്യമാരുണ്ടായിരുന്ന എണ്ണം, അതല്ല പല ഭാര്യമാരുണ്ടായിരിക്കെ
പിന്നെ ഇനിയൊരു ഭാര്യയെ കൂടി ആഗ്രഹിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അങ്ങനെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 99 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാരെ എണ്ണുമ്പോൾ 99 ഭാര്യമാരല്ല, പിന്നെ അതൊരു പ്രയോഗമാണ്. നിനക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരിക്കെ, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കെ പിന്നെ വേറൊരാളുടെ ഭാര്യ എന്തിനു മോഹിച്ചു ആഗ്രഹിച്ചു എന്ന അർത്ഥത്തിൽ ഒരു പ്രയോഗമാണ്. അല്ലാതെ ഇവിടെ 99 ഇവിടെ അല്ല, ആ സംഭവത്തിൽ 99 ഭാര്യമാർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എണ്ണം തിട്ടായിട്ടുണ്ടായിരുന്നു എന്ന് അത് അർത്ഥമാക്കുന്നില്ല എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. ഏതായാലും അതൊന്നും എന്തല്ല, സഹീഹായ റിവായത്തുകളിൽ വന്നതല്ല, ഇസ്രായേലി ഇതിഹാസങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചില തഫ്സീറുകളാണ്. ഈ ഒരു വായനയിൽ ഒരാൾക്ക് 99 ആടുകളുണ്ട്, പെണ്ണാടുകളുണ്ട്. അവരൻ്റെ പിന്നെ കൂറുകച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ കൂട്ടാളിയുടെ ഒരാടിനെ കൂടെ തൻ്റെ പക്ഷത്തേക്ക് അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളത്, അദ്ദേഹം ചോദിച്ചു എന്നുള്ളത് രണ്ടാളുകൾ വിഷയമാക്കുകയും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ വിഷയത്തിൽ അവരെന്ത് ചെയ്തു, താർക്കികന്മാരായി വന്ന് വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിലൊരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. എന്ന് പറയുമ്പോൾ അത് പിന്നെ അതിനെ വേറൊന്നിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമല്ല, അതന്നെ എന്താണ് ഒരു കേസാണ്, അതന്നെ ഒരു കേസാണ്. പക്ഷെ അവിടെ ഒരു മസ്അല വിഷയമുള്ളത് ഇതാണ്, വബന്ന ദാവൂദ് അന്നമാ ഫതന്നാഹു ഫസ്തഗ്ഫറ റബ്ബഹു. ഇതിനെ തുടർന്നാണ് പറയുന്നത് എന്ത്, ദാവൂദ് ഉറപ്പിച്ചു നാം ദാവൂദിനെ പരീക്ഷിച്ചിരിക്കുകയാണ് എന്ന്. അദ്ദേഹം തൻ്റെ റബ്ബിനോട് പാപമോചനം തേടി പിന്നെ വഖററാക്കിയാണ് വാനാബ്. ഈ പരീക്ഷണം എന്താണ് എന്നുള്ളതാണ്, അതിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അതിലേക്ക് ചേർത്ത് വായിക്കാൻ കുറേ വിഷയമുണ്ട്. അതെന്താ, അതിലൊന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അതും എന്തല്ല കൃത്യമല്ല, പല പണ്ഡിതന്മാരും അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എതിർത്തിട്ടുണ്ട്. ഇവിടെ നോക്കി, വാദിയെ ദാവൂദ് കേട്ടു, പ്രതിയെ കേട്ടില്ല, വിധി പറഞ്ഞു. ഉണ്ടാ ഇവിടെ നോക്കി, ഒരാളെ പറയണുള്ളൂ, വാദിയെ പറയണുള്ളൂ, ഇന്ന ഹാദ അഖി ലഹു 99 നാജതൻ വലിയ നാജത്തുൻ വാഹിദ ഫഖാല അക്ഫിൽനിഹ. വാദി പറയാണ്, വഅസ്സനി ഫിൽ ഖിതാബ്. മനസ്സിലായി, വാദി പറഞ്ഞു, പ്രതി എവിടെ ഉണ്ട്, പ്രതിയെ കൂടി കേൾക്കണം. ദാവൂദ് എന്താ ചെയ്തത് അലൈഹി സ്വലാത്തു വസ്സലാം, ഖാല ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹി എന്ന് വിധി പറയുക ചെയ്തത്. അപ്പോൾ പ്രതിയെ കേൾക്കാതെ വാദിയെ മാത്രം കേട്ട് വിധി പറഞ്ഞതാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്ന പിഴവ്. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായി അദ്ദേഹം വായിച്ചു അദ്ദേഹം പാപമോചനത്തിന് തേടി എന്നുള്ളതാണ് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ അതിൽ പറയുന്നത്, അതൊരിക്കലും ദാവൂദിൽ നിന്ന് ഉണ്ടാവില്ല, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഉണ്ടാവില്ല. ദാവൂദ് നബിയാണ്. ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ ഒരു വാദിയും പ്രതിയും വന്നിട്ടൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കൂലേ? വാദിയെ കേൾക്കാൻ എനിക്ക് എന്താ പറയാനുള്ളത് ചോദിക്കൂലേ? എനിക്ക് വല്ല എതിർപ്പുണ്ടെന്ന് ചോദിക്കൂലേ? അപ്പോൾ ഏതൊരു കേസിലും വാദിയെ കേൾക്കുക, പ്രതിയെ കേൾക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ്, സാധാരണക്കാർ വരെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച, നുബുവത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഒരു പ്രവാചകൻ അത് കേൾക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ അഭിപ്രായം ശരിയല്ല. ദാവൂദിൽ നിന്ന് വന്ന പിഴവ് അതുമല്ല, അള്ളാഹു നടത്തിയ പരീക്ഷണം ഇങ്ങനെയല്ല എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. പിന്നെ അതെന്താണ്, പിന്നെ അവിടെ ഒരു ഇഷ്കാല് ബാക്കിയാണ്. പിന്നെ എന്താണ് ദാവൂദിനെ അള്ളാഹു പരീക്ഷിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വിഷയം അതെന്താണ്? അതിൽ പ്രാമാണികരായ പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് ശരിയോടടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇബാദത്തിന് ഒരു ദിവസം ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് ആ പ്രശ്നങ്ങളിൽ വിധി പറയാനും, പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുണ്ട്, ജോലി, അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് മെഹ്റാബിൻ്റെ വൻമതിലൊക്കെ ഉണ്ട് അല്ലേ. ഇതിനൊക്കെ പേടിച്ച് രണ്ടാളുകൾ എന്ത് ചെയ്യുന്നു, മതിൽ ചാടിയിട്ട് ഈ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആളുകളെക്കുറിച്ച് വിചാരിച്ചത് അവർ തന്നെ കൊല്ലാൻ വരികയാണെന്നാണ്. ദാവൂദ് വിചാരിച്ചത് അവർ തന്നെ കൊല്ലാൻ വരികയാണെന്നാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം വിവാഹത്തിലായിരിക്കുക, അദ്ദേഹം ഞെട്ടി പേടിച്ചു. അതാണ് ഇദ്ദഖലു അലാ ദാവൂദ ഫസിയ മിൻഹും, അദ്ദേഹം പേടിച്ച് പകച്ചുപോയി. ഖാലു ലാ തഖാഫ് ഖസ്മാനി ബഗാ ബഅദുനാ അലാ ബഅദിൻ, പേടിക്കേണ്ട, കൊല്ലാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾ രണ്ടുപേർ തർക്കികന്മാരാണ്, വിഷയത്തിൽ തർക്കം ഉന്നയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞവർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമെ സമീപിച്ചു. അപ്പോൾ രണ്ട് തർക്കിക്കുന്ന ആളുകൾ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് വന്നവരെ കുറിച്ചിട്ട് ഇവർ തന്നെ വധിക്കാനും ആക്രമിക്കാനും വന്നവരാണെന്നുള്ള ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ധാരണ, അവരെക്കുറിച്ചുള്ളതായ ആ തെറ്റിദ്ധാരണ, അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് ദാവൂദിൽ നിന്ന് വന്ന പിഴവ്. അതിലാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്, ഫസ്തഗ്ഫറ
റബ്ബഹു, തൻ്റെ റബ്ബിനോട് പാപമോചനത്തിന് തേടി, അതായത് തർക്കമുന്നയിക്കാൻ വേണ്ടി വന്നവരെ കൊലപാതകികളായി, അല്ലെങ്കിൽ കൊലപാതകളല്ല, കൊല ചെയ്യാൻ വന്നവരായിട്ട് താൻ എന്ത് ചെയ്തു, ഉദ്ദേശിച്ചു, വിചാരിച്ചു എന്നുള്ളതായ തെറ്റ്. ഫസ്തഗ്ഫറ റബ്ബഹു, അതിൽ മനസ്സിലായി. അങ്ങനെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ പിന്നെ പുണ്യാളന്മാരുടെ പിഴവുകൾ, പിന്നെ പുണ്യാളന്മാരുടെ പിഴവുകൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്, ഹസനാത്താണെന്നാണ്, പുണ്യങ്ങളാണെന്നാണ്. അപ്പോൾ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നേരിയ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്താണ്, വലിയ കുറ്റമായിട്ടാണ് ഗണിക്കപ്പെടുക. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെക്കുറിച്ച് കൊല ചെയ്യാൻ വന്നവരാണെന്ന ഒരു ധാരണ വെച്ചപ്പോൾ അത് അദ്ദേഹത്തിൽ വലിയൊരു പിഴവായി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അതിലൂടെ പരീക്ഷിച്ചതാണ്. റബ്ബിനോട് അദ്ദേഹം ഉടനടി ഇസ്തിഗ്ഫാർ നടത്തി എന്നാണ് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തഫ്സീറുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചരിത്രം മനസ്സിലായി. അതേപോലെ ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചരിത്രം വരുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ 2 ചരിത്രം. അതിൽ ഇതേപോലെ ഇഷ്കാലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇസ്രായേലി കഥകളുണ്ടല്ലോ, ഈ ചരിത്രങ്ങളെ ഇരപ്പാക്കിയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ പലതും നമ്മളുടെ തഫ്സീറുകളിലും വന്നിട്ടുണ്ട്. ഇസ്രായേലി കഥകൾ എന്തുകൊണ്ട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിഷയത്തിൽ ഇങ്ങനെ വന്നു എന്നുള്ളൊരാലോചനയാണ്. അതായത് സ്വന്തം മന്ത്രിയുടെ ഭാര്യ പിന്നെ കുളിക്കുന്നത് കാണുകയും എന്നിട്ട് ആ ഭാര്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി സൈനികനെ പിന്നെ യുദ്ധമുഖത്തേക്ക് അദ്ദേഹം വധിക്കപ്പെടുമാർ നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ ഉദ്ദേശം സാധ്യമാക്കി എന്നൊരു പ്രവാചകനെക്കുറിച്ചായി പറയണത്. സാധാരണക്കാരുടെ വിഷയമല്ല, ആളുകൾക്ക് മാതൃകയായി നിയുക്തമായ പ്രവാചകന്മാരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്, ഇസ്രായേലി കഥകളാണ്. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ ചരിത്രം പരുതുമ്പോൾ ഈ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അവരുടെയൊക്കെ സന്താന പരമ്പര, ആ പരമ്പരയിലാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. യഹൂദന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബദ്ധവൈരികളാണ്. അതേപോലെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയോട്, മറിയത്തിനെ കുറിച്ച് അവർ വ്യഭിചാരിണി എന്നാണ് പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അവർ വ്യഭിചാര സന്താനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിദ്വേഷം അത് നിമിത്തം ആ ഒരു പാരമ്പര്യത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനുള്ള യഹൂദന്മാരുടെ ഒരു കുതന്ത്രവും ചളി കെട്ടിയ തലച്ചോറുമാണ് ഇത്തരം റിവായത്തുകൾ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതൊരളവ് വരെ ശരിയാണ്, അതുകൊണ്ട് തന്നെ ആ ഇസ്രായേലി കഥകളും റിപ്പോർട്ടുകളും പല തഫ്സീറുകളും ഉണ്ടല്ലോ, അതിനെ പറ്റ വിഗണിച്ചുകൊണ്ടാണ് അവർ ഈ വിഷയങ്ങളിലൊക്കെ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊടുത്ത ചരിത്രത്തിൽ നമുക്ക് പ്രത്യേകം ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ ഗീബത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഗീബത്ത് പറയൽ അനുവദനീയമായ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ സംഭവം ഒരു തെളിവായി ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് 2 വരി കവിതയാണ്. അൽ ഖദ്ഹു ലൈസ ബിഗീബത്തിൻ ഫീ സിത്തത്തിൻ മുതദല്ലിമിൻ വമുഅർരിഫിൻ വമുഹദ്ദിരി വമുജാഹിരിൻ ഫിസ്ഖൻ വമുസ്തഫ്തിൻ. ഗീബത്ത്, പരദൂഷണം ഇസ്ലാമിൽ വലിയ പാപാണ്, വൻപാപാണ്. പരദൂഷണം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ കുറവുകൾ പറയുക എന്നുള്ളതാണ്. അന്യനെ
ദൂഷ്യം പറയുക എന്നുള്ളതാണ്. അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. അന്യനെക്കുറിച്ചുള്ള ദൂഷ്യം പറച്ചിൽ അയാളുടെ സാന്നിധ്യത്തിലും പാടില്ല, സാന്നിധ്യത്തിലും പാടുള്ളതല്ല. പക്ഷേ ഈ അന്യരെക്കുറിച്ച് ദൂഷ്യം പറയുക എന്നുള്ളത് അവരെ ശവന്തീനികളാണെന്നാണ് പറയുന്നത്. ശവന്തീനികൾ അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈതൻ. സ്വന്തം സഹോദരൻ മയ്യത്തായി കിടക്കുമ്പോൾ ആ സഹോദരൻ്റെ മാംസം പറിച്ചു തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണ് ഈ ഗീബത്തിൻ്റെ അപകടം. കവി പറയുന്നത് അൽ ഖദ്ഹു, ഒരാളെക്കുറിച്ച് കുറ്റം പറയൽ, ലൈസ ബി ഗീബത്തിൻ, അതൊരിക്കലും ഗീബത്തല്ല. ഫി സിത്തത്തിൻ, 6 മസലകളിൽ. ഒന്ന് മുതദല്ലിമിൻ. മുതദല്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ അക്രമത്തിന് ഇരയായി. അപ്പോൾ അയാൾ വന്നിട്ട് പറയാണ്, എന്നെ ഇന്ന ആൾ ദ്രോഹിച്ചിരിക്കുന്നു. അപ്പോൾ അത് അയാളെക്കുറിച്ച് എന്താണ്? ഖദഹാണ്, കുറ്റം പറയലാണ്. ഇന്ന ആൾ എന്നെ ദ്രോഹിച്ചു എന്ന് പറയൽ കുറ്റാണ്. ശരി, പക്ഷേ അതെന്തല്ല, ഇവിടെ ഗീബത്തല്ല. മുഅർരിഫിൻ, ഒരാളെ പരിചയപ്പെടുത്തണം. എങ്ങനെ പറഞ്ഞിട്ടും ശരിയാണില്ല, ആളറിയണില്ല. അപ്പോൾ അയാളെക്കുറിച്ച് പറയണം, നിങ്ങൾക്കറിയില്ല അയാളല്പം ഷോർട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര നീണ്ട ആളാണ്, തടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയും നമ്മൾ. അതെന്താണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖദഹാണ്, കുറ്റാണ് അല്ലേ? പക്ഷെ അതെന്തല്ല, അത് ഒരാളെ പരിചയപ്പെടുത്താനാകുമ്പോൾ എന്തല്ല, അത് പിന്നെ കുറ്റല്ല. അതാണ് മുതദല്ലിമിൻ വ മുഅർരിഫിൻ. ഇപ്പം വ മുഹദ്ദിരിൻ, മുഹദ്ദിർ എന്ന് പറഞ്ഞെങ്കിൽ മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ. അതായത് ഒരാൾ ഒട്ടിയാൽ ഈ ഒട്ടണോ എരപ്പാകും. നാറിയോനെ പേറേറണല്ലേ, നടന്മാർ പറയും നാറിയോനെ പേറേറണം. അപ്പം ഈ നാറിയ വ്യക്തിയാണ് എങ്കിൽ പിന്നെ ഓനെ ഒരാൾ പേറാൻ പോകുന്നുണ്ടെങ്കിൽ പറയാം, ചെങ്ങായി ഓൻ്റെ അടുത്തേക്ക് പോകണ്ട, ഓൻ ആൾ നാറിയാണ് എന്ന് പറയാം. അപ്പോൾ അതാണ് മുഹദ്ദിർ, മുന്നറിയിപ്പ് നൽകുക. ഒരു വ്യക്തി അയാളിൽ ദൂഷ്യമുണ്ട് എങ്കിൽ അയാളോട് സഹവസിക്കുന്നവർ എരപ്പാകും, കേടാകുമെങ്കിൽ അത്തരം ആളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകൽ എന്താണ്? അത് ഒരിക്കലും എന്തല്ല, ഗീബത്തല്ല. അതാണ് മുതദല്ലിമിൻ വ മുഅർരിഫിൻ വ മുഹദ്ദിരിൻ. പിന്നെ വ മുജാഹിരിൻ ഫിസ്ഖൻ, തോന്നിവാസം പരസ്യമാക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് പറയാം. അതെന്തല്ല, ഗീബത്തല്ല. അതായത് ചില വ്യക്തികൾ അവർ തോന്നിവാസികളാണ്, പരസ്യമായിട്ട് ദൂഷ്യം ചെയ്യുന്നവരാണ് എങ്കിൽ ആ ദൂഷ്യം ചെയ്യുന്നവരെ കുറിച്ച് പറയൽ എന്താണ്, ഗീബത്തല്ല. അത് പൊതുസമൂഹത്തിന്, ഇപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ചില വ്യക്തികളെ ഉണർത്തേണ്ടി വരും, ഉദ്ധരിക്കേണ്ടി വരും. അതെന്തിന്? അയാൾ പിന്നെ ദൂഷ്യമാണ്, അപകടകാരിയാണ്, തോന്നിയാസിയാണ് എന്നുള്ള കാര്യം പറയേണ്ടി വരും. അത് ഗീബത്തല്ല, പക്ഷേ അത് തോന്നിവാസി ആയിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ പരസ്യമായിട്ട്, മുജാഹിർ എന്ന് പറഞ്ഞാൽ അതാണ്. മുജാഹിർ എന്നാണ് എന്താ? തെറ്റ് പരസ്യമായി ചെയ്യുന്നവൻ. തെറ്റ് പരസ്യമായിട്ട്, പ്രത്യേകിച്ച് ആളുകൾ പിന്നെ മാന്യമായി കാണുന്ന അവരുടെ അവസ്ഥയാണ് എങ്കിൽ. ചില ആളുകൾ മാന്യന്മാരായി ആളുകൾ എണ്ണും, അനുകരണീയരായിട്ട് എണ്ണും. പക്ഷേ അനുകരണീയായി എണ്ണുന്ന ആളുകൾ താന്തോന്നിയും തെമ്മാടിയാണ് എങ്കിൽ അവരെക്കുറിച്ച് എന്ത് ചെയ്യൽ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ചില ആളുകൾ നെറികേടിൻ്റെ ആളുകളായിരിക്കും നാടുകളിൽ. മറുനാടുകളിൽ അയാൾ അങ്ങനെ അറിഞ്ഞോളുന്നില്ല. അയാൾ അനുകരണീയനായിരിക്കും. പക്ഷേ അയാൾ പിന്നെ ആളുകളെ വേദി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എരപ്പാക്കണ സ്ഥിതിവിശേഷമാണ് എങ്കിൽ അയാളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകൽ എന്താണ്? അത് ഒരിക്കലും ഗീബത്തല്ല. മുജാഹിരിൻ ഫിസ്ഖൻ, നെറികേട് പരസ്യമാക്കുന്ന ആളുകൾ. മുസ്തഫ്തീൻ എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക. എങ്ങനെ ഫത്വ ചോദിക്കൽ വരിക? അതായത് ഇപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഫത്വ ചോദിക്കുകയാണ്. ഇന്ന വ്യക്തി അയാൾ ഇന്ന സ്വഭാവക്കാരനാണ്, ഇന്ന രീതിയിൽ പ്രയാസപ്പെടുന്നതാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന്, റസൂൽ എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ റസൂൽ പറയുന്നത്, നീ ക്ഷമിക്ക്, അവിടെ തന്നെ കഴിയുക, അയൽവാസിയല്ലേ. അയാൾ അവിടെ പോയി വീണ്ടും പറയണം, റസൂലെ അയൽവാസിനെ ദ്രോഹിക്കുകയാണ്, സഹിക്കാൻ കഴിയണില്ല. അവൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നീ അവിടെ തന്നെ പോയി കഴിഞ്ഞോ, ക്ഷമിക്ക് എന്ന് പറയുന്നത്. വീണ്ടും അയാൾ മടങ്ങി, വീണ്ടും അയൽവാസിൻ്റെ ദ്രോഹം തുടരുകയാണ്. അപ്പോൾ ഞാൻ എന്ത് നിലപാടെടുക്കും? ഫത്വ ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലെ ചരക്കുകളും സാമാനങ്ങളൊക്കെ എടുത്തിട്ട് വൈക്കക്ക് വന്നിരിക്കാൻ പറഞ്ഞു.
വീട്ടിലുള്ള സാധന സാമഗ്രികളുണ്ടല്ലോ, പായും കിടക്കി ഇതൊക്കെ പാടെ വെച്ചിട്ട് ബൈക്കൊക്കെ വന്നിരിക്കാൻ പറഞ്ഞു ഇയാളോട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഈ വ്യക്തി എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് വൈക്കൽ വന്നിരുന്നപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ചങ്ങായി ഇവിടെ ഈ പായും തൽക്കണിയൊക്കെ എടുത്തിട്ട് വൈക്ക് വന്നിരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അയൽവാസി ദ്രോഹിച്ചിട്ട് എനിക്ക് പെരയിൽ പാർക്കാൻ വയ്യ, അയൽവാസിൻ്റെ ശല്യം കൊണ്ട് എനിക്ക് പെരയിൽ താമസിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് വന്നിട്ട് സങ്കടപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞാണ് ഇവിടെ വഴിയിൽ വന്നിരിക്കാൻ. അപ്പോൾ ആളുകൾ തുടങ്ങി അയാളെ ശപിക്കാൻ തുടങ്ങി. ആളുകൾ ശപിക്കാൻ തുടങ്ങി, ഇന്ന ആൾ ഇന്നത് മോശമെന്ന്. അപ്പോൾ അപ്പം അത് കേട്ട് അല്ലേ, നടന്മാർ അറിയും മാപ്പിള കണ്ടറിഞ്ഞില്ലെങ്കിലും കൊണ്ടറിയുന്നു. അപ്പോൾ മൂപ്പർക്ക് കിട്ടിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, ഉടനെ റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ ഈ ആളുകൾ മുഴുവൻ ഇന്നെങ്ങനെ പറയാണ്. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് കാരണം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ആളുകൾ നിന്നെ ശപിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിന്നെ ശപിച്ചിട്ടുണ്ട്. കാരണം നീ നിൻ്റെ അയൽവാസിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഓടി അയൽവാസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സോറി, നിങ്ങളെന്തായാലും വരണം, വീട്ടിലേക്ക് തിരിച്ചു വരണം, ഞാൻ ഇനി മേലാൽ എന്നെ ദ്രോഹിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ അയൽവാസി അദ്ദേഹത്തെ കൂട്ടി ഉപദ്രവിച്ചില്ല എന്നുള്ളത്. അതാണ് മുസ്തഫ്തീൻ ഫത്വ ചോദിക്കുക. അപ്പോൾ അവിടെ അയൽവാസിയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, ദൂഷ്യം പറയാൻ പാടില്ല, അതല്ല. പക്ഷേ അയൽവാസി ഉപദ്രവിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഫത്വ ചോദിക്കാൻ എന്താണ്, അയാളെക്കുറിച്ച് അയാളുടെ ദൂഷ്യം പറയുന്നത് എന്താണ്, അത് ഗീബത്തല്ല. അങ്ങനെ അതാണ് അവിടെ വിഷയം മുസ്തഫ്തീൻ. പിന്നെ വമൻ തലബൽ ഇആനത ഫി ഇസാലത്തി മുൻകരീൻ, വമൻ തലബൽ ഇആന, ഒരാൾ സഹായം ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു, ഫി ഇസാലത്തി മുൻകരീൻ, തിന്മ എതിർക്കുന്ന വിഷയത്തിൽ സഹായം ആവശ്യപ്പെടുക, അതും എന്തല്ല ഗീബത്തല്ല. അതെന്താ പറഞ്ഞത്, ഒരു തിന്മ അത് വഴിമാറ്റണം, അതിനെ ദൂരപ്പെടുത്തണം. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്നിട്ട് സഹായിക്കണം. ഏത് വിഷയത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം പറയണ്ടേ, ആ വിഷയം എന്തായിരിക്കും, ഇപ്പോൾ ഒരാളുടെ ദൂഷ്യമായിരിക്കും, ഒരാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ഇപ്പോൾ ഒരാൾ വഴിയിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിടുകയാണ്, ആ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രവണത ഇസ്ലാമികമായിട്ട് തീരെ സഹിയല്ല. അപ്പോൾ ആ വേസ്റ്റ് നീക്കണം എന്നുണ്ടെങ്കിൽ, അവിടുന്ന് പോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് പറയണം അല്ലേ. അപ്പോൾ പറയുമ്പോൾ എന്താണ്, ഇതിന്ന വ്യക്തി ചെയ്യണതാണ്, അയാളോട് പറഞ്ഞിട്ട് നീണില്ല, അയാൾ കൂട്ടാക്കണില്ല, നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അയാളെ വിളിച്ചിട്ട് നീണില്ല, ഇത് നീക്കാൻ അയാൾ വരുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇത് നീക്കാം, ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട്, അയാളുടെ കുറവ് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അല്ലേ. ഇതിൽ അവസാനത്തെ ഇതും ഈ വമൻ തലബൽ ഇആനത ഫി ഇസാലത്തി മുൻകരീൻ, അതേപോലെ മുതദല്ലിമീൻ, ഈ രണ്ട് കാര്യത്തിനും തെളിവ് ഈ വിഷയമാണ്. അതാണ് നമ്മൾ ഇവിടെ ഇത് ഉദ്ധരിക്കാൻ കാരണം. മനസ്സിലല്ലേ, ഇവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നിട്ട് സഹോദരനെക്കുറിച്ച് ദൂഷ്യം പറയാണ്, അയാളുടെ ചില ദൂഷ്യം എണ്ണുകയാണ്, ദാവൂദ് നബിയുടെ മുമ്പിൽ ദൂഷ്യം എണ്ണുകയാണ്, ഒരു വ്യക്തിയുടെ ദൂഷ്യം. എന്താണ് ആ ദൂഷ്യം, അത് ഇതാണ്, ഇന്ന ഹാദാ അഖി ലഹു 99 നഅജതൻ വലിയ നഅജത്തുൻ വാഹിദ ഫഖാല അക്ഫിൽനിഹ വഅസ്നി ഫിൽ ഖിതാബ്. അത് അയാളുടെ ഒരു കുറവ് ദാവൂദ് നബിയോട് എണ്ണാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് എണ്ണിയത്, അയാൾ മുഖാന്തരം ഇയാൾ അന്യായത്തിന് വിധേയനായി എന്നുള്ളത് കൊണ്ടാണ്, അയാളുടെ അന്യായം ഉണ്ടായി എന്നുള്ളതാണ്. മനസ്സിലായി. അപ്പോൾ ഒരാൾ അന്യായത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ എന്തു ചെയ്യാം, ആരാണോ തന്നോട് അന്യായം കാണിച്ചത് അവരുടെ ദൂഷ്യം പറയൽ എന്തല്ല, അത് ഗീബത്തല്ല. പറഞ്ഞാൽ മനസ്സിലാണ്ട് ഇവിടെ, അതാണ് ഇവിടെ ഒരു വിഷയം. പിന്നെ ഈ ഒരു വിഷയം, ഈ ഒരു തിന്മ, അതായത് ഇയാളോട് ചോദിച്ച ഈ ഒരു തിന്മ ഉണ്ടല്ലോ, ആ തിന്മ അതെന്ത് ചെയ്യണം, അത് നീക്കണം. ഇയാൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. നിനക്കുള്ള 99 ആടുകൾ, എനിക്കുള്ള ഒരാട്, ആ ഒരവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പിന്നെ അതും കാരണത്താലാണ് ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞത്, സഹോദരൻ്റെ ഒരു കുറവ് ഇവിടെ എണ്ണിയത്. മനസ്സിലല്ല. അതുകൊണ്ട് ലക്കംറമക്ക ബിസ്വാലി നാജതിക്ക ഇലാൻ ആജി എന്ന് പറഞ്ഞപ്പോൾ എന്തായി, പിന്നെ ഇയാൾക്കുള്ള ആട് ഇയാൾക്കായി, അയാൾക്കുള്ള ആളുകൾ അയാൾക്കും ആയി മാറി. ഒരു തിന്മ എന്ത് ചെയ്തു, അവിടെ വിലക്കപ്പെട്ടു, വിരോധിക്കപ്പെട്ടു, നീക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഗീബത്തിനെ നഖശികാന്തം എതിർക്കുമ്പോൾ, ഗീബത്ത് പാടില്ലാതെ അപകടമാണ് എന്നുള്ളത് ഉണർത്തുമ്പോൾ അതിൽ നിന്ന് 6 മസ്അലകൾ അവരെന്ത് ചെയ്യും, പിന്നെ പ്രത്യേകം പിന്നെ ഒഴിവാക്കും. അതെന്തല്ല, ഗീബത്തല്ല. അതാണ് നമ്മളിവിടെ എഴുതിയത്. അൽ ഖദ്ഹു ലൈസ ബിഗീബത്തിൻ ഫി സിത്തത്തിൻ മുതദല്ലിമിൻ വ മുഅർരിഫിൻ വ മുഹദ്ദിരി വ മുജാഹിരിൻ ഫിസ്ഖൻ വ മുസ്തഫ്തിൻ വമൻ തലബൽ ഇആനത ഫി ഇസാലത്തി മുൻകരി എന്നുള്ളത്. തയ്യിബ്. ഇവിടെ ഇനി അടുത്തൊരു വിഷയം, വഖറ റാക്കിയൻ വ അനാബ്. വഖറ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണു.
റാക്കിയൻ, റാക്കിയൻ മാനാവു സുജൂദിൽ വല്ല റുക്കോയിൽ. ഞാൻ റുക്കോയ് ചെയ്ത് വീണു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ, സുജൂദിൽ വീണു പറയില്ല. റുക്കോയ് ചെയ്യുന്നവനായി വീണു. അനാബ ഖേദിച്ച് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഹർറ റാക്കി എന്ന് പറഞ്ഞാൽ റുക്കോയിൽ നിന്നു എന്നാണോ, അതല്ല സുജൂദ് ചെയ്ത് പ്രണമിച്ചു വീണിട്ടുണ്ടോ? സുജൂദ് ചെയ്ത് വീണിട്ടുണ്ട്, സുജൂദ് ചെയ്ത് വീണിട്ടുണ്ട്. പക്ഷേ വഹറ സാജിദൻ എന്ന് പറയാതെ വഹറ റാക്കിയൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നേരിട്ട് അറിയിക്കുന്നത് റുക്കോയിൽ അല്ലേ. റുക്കോ എങ്ങനെയാണ്? നമ്മൾ കാൽമുട്ടിൽ വിരലുകൾ പിടിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നതിനാണ് എന്താ പറയുക, മുതുകും തലയും നേരെയാക്കി കൈവിരലുകൾ വിടർത്തി കാൽമുട്ടിനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥക്കാണ് റുക്കു എന്ന് സാങ്കേതികമായിട്ട് പറയാം. ഇവിടെ ഹർറ റാക്കിയാൻ എന്ന് പറഞ്ഞപ്പം അത് സുജൂദാണോ റുക്കു ആണോ? ചിലർ പറഞ്ഞത് അള്ളാഹു ഹർറ റാക്കിയാൻ എന്നാണ് പറഞ്ഞത്, അദ്ദേഹം റുക്കോയിൽ നമിച്ചു എന്നുള്ളതാണ്. മറ്റു ചിലർ പറഞ്ഞതല്ല ഹർറ റാക്കിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റുക്കു എന്ന് പറഞ്ഞെങ്കിൽ റുക്കു എന്താണ്? ഖുദൂ ആണ്, വിനയാനിതനായിട്ട് അദ്ദേഹം ഹർറ എന്നാണ്, വീണു എന്നാണ്. അപ്പോൾ വീഴ്ച സുജൂദാണ്, റുക്കു അല്ല. വീഴ്ച സുജൂദാണ്, റുക്കു അല്ല. പിന്നെ റാക്കിയാൻ എന്തിനു പ്രയോഗിച്ചു? റുക്കു എന്താണ്? റുക്കു വിനയത്തെയാണ് അറിയിക്കുന്നത്, ഭവ്യതയെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഉദ്ദേശം സുജൂദാണ്. നമ്മളെങ്ങനെ മനസ്സിലാക്കുക? റുക്കു എന്ന് മനസ്സിലാക്കണോ, സുജൂദ് മനസ്സിലാക്കണം? സുജൂദ് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈ ആയത്ത് ഓതി വഖറ റാക്കിയാൻ വ അനാബ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തൗബയുടെ ഭാഗമായിട്ടാണ് സുജൂദ് ചെയ്തത്, നമ്മൾ ശുക്രിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സുജൂദാണ് നടന്നത്, റുക്കുവല്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് സുജൂദ് ചെയ്തു, നമ്മൾ ശുക്രിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദിൻ്റെ സുജൂദിനെ സ്വീകരിച്ചു, ദാവൂദിൻ്റെ സുജൂദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ശുക്ർ അർപ്പിച്ച്, നമ്മൾ നന്ദി അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ സുജൂദ് ചെയ്യുന്നു എന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. മനസ്സിലായി? ഓത്തിൻ്റെ സുജൂദ് വന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിയാൻ വ അനാബ എന്നുള്ളത്. ചില പണ്ഡിതന്മാർ ഈ ഒരു സ്ഥലത്തെ ഓത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ചില ഫുഖഹാക്കൾ 15 സ്ഥലങ്ങളിൽ ഓത്തിൻ്റെ സുജൂദുണ്ട്. 4 മദ്ഹബിൻ്റെ ഫുഖഹാക്കളും 15 സുജൂദുള്ളത് എന്ത് ചെയ്തില്ല, 4 മദ്ഹബുകളിലും ഇല്ല. 14 സുജൂദാണ് ഹംബലി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും 14 സുജൂദുകൾ. അതിൽ പിന്നെ ഹനഫി മദ്ഹബ് മാലിക്കി മദ്ഹബ് പിന്നെയും കുറവാണ്. സൂറത്തുൻ നജ്മിലെയും പിന്നെ ഇൻഷിഖാഖിലെയും സുജൂദ് മാലിക്കി മദ്ഹബ് വരെ സമ്മതിക്കണില്ല. പക്ഷേ ഹദീസുകളിൽ എന്തുണ്ട്? 15 സ്ഥലങ്ങളിൽ സുജൂദ് വന്നിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇവിടെ സൂറത്ത് സ്വാദിലെ ഈ സുജൂദിൻ്റെ സ്ഥലം. തയ്യിബ് വഖറ റാക്കിയാൻ വ അനാബ. അള്ളാഹു പറയുന്നത് ഫഗഫർനാ ലഹു ദാലിക് വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ വ ഹുസ്ന മആബ്. ഫഗഫർന അല്ല പറയുന്നത്, ഫഗഫർന നാം പുറത്തു കൊടുത്തു, ഉടനടി നാം പുറത്തു കൊടുത്തു. അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് വഖറ റാക്കിയാൻ വ അനാബ്. കണ്ടോ, ഇത് നോക്കി. പിന്നെ തെറ്റ് വന്നാൽ ആ തെറ്റിൽ പാപമോചനം നടത്തുന്നതിൻ്റെ ഒരു സുന്ദര രൂപമാണ്. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതിനപ്പുറം തെറ്റിൽ നമ്മൾ അള്ളാഹിനോട് പാപമോചനത്തിന് തേടുക, ഇസ്തിഗ്ഫാർ തേടുക, നടത്തുക. എന്നിട്ട് വഖറ റാക്കിയാൻ വ അനാബ്, സുജൂദിൽ കിടന്ന് അതിൽ പിന്നെ ഒരു പശ്ചാത്താപം ഖേദിച്ച് മടങ്ങുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ വാക്കാൽ പ്രവൃത്തിയാൽ ഉള്ള പശ്ചാത്താപം തൗബ, അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതതിൻ്റെ ഏറ്റവും നല്ല ഒരു സുന്ദര രൂപമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല വീഴ്ചകൾ വരും, പല തെറ്റുകൾ വരും. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുന്നതോടൊപ്പം അതിൽ സുജൂദിൽ കിടന്ന് അള്ളാഹിനോട് ആ പാപം ഏറ്റു പറഞ്ഞിട്ടുള്ളതായ ഒരു തേട്ടം, അതാതിൻ്റെ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപം യഥാവിധം കബൂലാക്കാനുള്ള ഒരു സുന്ദര രൂപമാണ്, ഒരു മാർഗ്ഗമാണ്. തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അള്ളാഹിനോട് തൗബ ചെയ്യുന്ന അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന ഒരു രീതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിനപ്പുറം 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു രീതി. അള്ളാഹു അങ്ങനെയാണെങ്കിൽ പാപം പൊറുക്കും. ഇവിടെ ഇതാണ് ഫഗഫർനാ ലഹു ദാലിക്, ഉടനടി നാം അദ്ദേഹത്തിന് അത് പുറത്തു കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വന്നതായ ഈ വീഴ്ച, തെറ്റ്. ഫഗഫർനാ ലഹു ദാലിക്, അത് നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഈ അത് ഏത് എന്നതിലാണെന്ത് നമ്മൾ പറഞ്ഞ അത് പിന്നെ എന്താണ്? അപ്പം അദ്ദേഹം പ്രതിയെ കേൾക്കാതെ വാദിക്ക് അനുകൂലമായി വിധിച്ചതാണോ,
അതല്ല, രണ്ടാളുകൾ തർക്കം ഉന്നയിക്കാൻ വേണ്ടി മതിൽ ചാടി വന്നപ്പോൾ അവർ ഫത്വ ചോദിക്കാനാണ് വന്നത്, പക്ഷേ താൻ കൊലയാളിയാണെന്ന് അവരെ തെറ്റിദ്ധരിച്ചത്, കൊല ചെയ്യാൻ വരുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ? അതല്ല, മറ്റേ പ്രധാന ഇതിൽ ഏറെക്കുറെ ഇതിഹാസങ്ങൾ, ഇസ്രായേലി ഇതിഹാസങ്ങൾ വന്ന ആ ഒരു സ്ത്രീയുടെ വിഷയമാണ്. അതൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ഫഗഫർന ലഹു ദാലിക, അത് നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അള്ളാഹു പുറത്തു കൊടുത്ത ഒരു വിഷയമായത് കാരണത്താൽ അല്ലേ, അത്തായിബു മിന ദംബി കമല്ലാ ദംബ ലഹു, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധനാണ്, വിശിഷ്ടനാണ്. അള്ളാഹ് പറയാണ് വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ വ ഹുസ്ന മആബ്. വ ഇന്ന ലഹു, തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്, വ ഇന്ന ലഹു, തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്, ദാവൂദിനുണ്ട് അലൈഹിസ്സലാം, ഇൻദന, നമ്മുടെ അടുക്കൽ, ലസുൽഫ, ലസുൽഫ, സുൽഫ എന്ന് പറഞ്ഞാൽ ഖുർബത്ത്, ഖുർബത്ത്, സാമീപ്യം, സാമീപ്യം. ലസുൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൗക്കീദിന് വേണ്ടിയാണ്, ലാം ആശയം ബലപ്പെടുത്താൻ. തീർച്ചയായും ദാവൂദിന് നമ്മുടെ അടുക്കൽ എന്തുണ്ട്? സുൽഫയുണ്ട് എന്നാണ്. സുൽഫ എന്ന് പറഞ്ഞാൽ സാമീപ്യം. എന്താ ഈ സാമീപ്യം? അള്ളാഹിൻ്റെ അടുക്കൽ സാമീപ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ അടുക്കൽ സ്വീകാര്യത. അള്ളാഹുവിങ്കൽ ഒരിക്കലും അള്ളാഹു അന്ത്യനാളിലും പിന്നെ അള്ളാഹുവിൻ്റെ ചില സുന്നത്തിലും ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുക പോലും ഇല്ല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ അല്ലേ. വലാ യുകല്ലിമുഹും, അള്ളാഹു അവരോട് സംസാരിക്കൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വലാ യൻദുറു ഇലൈഹിം പിന്നെ വലാ യുസക്കീഹിം, അള്ളാഹു ഒരിക്കലും തെറ്റുകൾ പുറത്ത് മാപ്പാക്കിയിട്ട് സംസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ചിലരെ അള്ളാഹു സംസ്കരിക്കില്ല, ചിലരെ അള്ളാഹു നോക്കൂല, ചിലരോട് അള്ളാഹു മിണ്ടുക പോലുമില്ല. ആദരസൂചകമായിട്ടുള്ള ഇല്ല എന്നുള്ളതാണ്. പരലോക കോടതിയിൽ അള്ളാഹിൻ്റെ അടുക്കൽ ലസുൽഫ എന്ന് പറഞ്ഞാൽ സാമീപ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു വലിയ മക്കാമാണ്, വലിയ സ്ഥാനമാണ്. അത് ദാവൂദിനുണ്ട് എന്ന് പറയുന്നത്. വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ വ ഹുസ്ന മആബ്. ഹുസ്ന മആബ് നല്ല മടക്കം, മആബ് എന്ന് പറഞ്ഞാൽ മടക്കം, ഹുസ്ന മആബ് നല്ല മടക്കം, നല്ല മടക്കവും സാമീപ്യവും തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കലുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടർന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അഭിസംബോധന ചെയ്ത് ലോകരോട് ഉണർത്തുന്നൊരു വിഷയമാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. യാ ദാവൂദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള മുഖാത്തബയിൽ പറയാണ്, അഭിസംബോധനയിൽ പറയാണ്, യാ ദാവൂദ്, ദാവൂദ്, ഓ ദാവൂദ്. യാ എന്നുള്ള ഹർഫുനിത, ദാവൂദ്. ഇന്ന, തീർച്ചയായും നാം, ജഅൽനാക, താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു. ജഅൽനാക എന്ന് പറഞ്ഞാൽ ഇവിടെ ജഅല സയ്യറ എന്ന അർത്ഥത്തിൽ, ആക്കി, നിശ്ചയിച്ചു, മുസയ്യിർ എന്ന അർത്ഥത്തിൽ. ഇന്ന ജഅൽനാക, ഇന്ന സയ്യർനാക, നാം താങ്കളെ ആക്കിയിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. എന്ത്? ഖലീഫത്തൻ ഫിൽ അർദ്. ഖലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലീഫ പ്രതിനിധി, പിൻഗാമി. ഫിൽ അർദ്, അർദ് എന്ന് പറഞ്ഞാൽ ഭൂമി. ഇവിടെ ഭൂമിയല്ല ഉദ്ദേശം, ഇവിടെ നാട്. ആ നാട്ടിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു നാട്ടിലാണോ ഉണ്ടായിരുന്നത് ആ നാട്ടിലെ പിന്നെ ഖലീഫ. അൽ അർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലിഫ്ലാം ഭൂഗോളം മുഴുവൻ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ഒരു നിർണീത നാട് എന്ന അർത്ഥത്തിലാണ് നാട്. അത് ഉദ്ദേശം ഖുദ്സാണ്. ജെറുസലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുദ്സ്. നമുക്കതൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്, അതിൻ്റെ ചരിത്രം പറയാം. അൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് പറയും. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. വഇദ് ഖാല റബ്ബുക, താങ്കളുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കൂ. ആരോടിൽ മലായിക, മലക്കുകളോട്. ഇന്നി ജാഇലുൻ ഫിൽ അർദി, ഞാൻ ഭൂമിയിൽ നിശ്ചയിക്കുന്നവനാകുന്നു, ഞാൻ തീർച്ചയായും നിശ്ചയിക്കുന്നവനാകുന്നു. ഫിൽ അർദ്, അവിടെ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലം എന്നല്ല അർത്ഥം, പിന്നെ ഭൂമി മുഴുവനാണ്, ഭൂമിയാണ് അവിടെ ഉദ്ദേശം. അതേപോലെ തന്നെ അർദ് എന്തിനു പറയും? ഒരു ഭൂപ്രദേശത്തിന് പറയും അർദു മിസ്ർ. അർദു മിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഈജിപ്റ്റ് ഭൂമി, ഈജിപ്റ്റ് നാട് എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഖുർആനിൽ വന്നില്ലേ? അപ്പോൾ ഇവിടെ യാ ദാവൂദ്, ഓ ദാവൂദ്, ഇന്നാ ജഅൽനാക, തീർച്ചയായും താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു, ഖലീഫത്തൻ ഫിൽ അർദ്. അൽ അർദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ ഖുദ്സ്,
ഖുദ്സ് അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയിൽ ഖലീഫയാക്കിയിരിക്കുന്നു. ഫഹ്കും ബൈനന്നാസ്, ഫഹ്കും അതുകൊണ്ട് താങ്കൾ വിധിക്കണം, ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ, ബിൽ ഹഖ്. ബിൽ ഹഖ് ഇവിടെ ഈ ബ ഉൽ മുജാസാത്ത് എന്നതിന് പറയാം. ബ അൽ മുജാസ. ഇപ്പം ഖതഅ്തു ബിസ്സിക്കീൻ എന്ന് പറയും. ഖതഅ്തു ബിസ്സിക്കീൻ എന്താ, ആ കത്തി കൊണ്ട് ഞാൻ മുറിച്ചു അല്ലേ. അവിടെ ബി എന്താണ്, അത് മുറിക്കാനുള്ള ഉപകരണമാണ്, ആയുധാണ്. ദറബ്തു ബിൽ അസ, വടി കൊണ്ട് ഞാൻ അടിച്ചു എന്ന് പറയും. അപ്പോൾ അടിക്കണത് എന്താ, എന്തുകൊണ്ടാണ്? വടി കൊണ്ടാണ്. വടി അവിടെ ഉണ്ട്, മുറിക്കണ കത്തി അവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഹ്കും ബൈനന്നാസ് താങ്കൾ ജനങ്ങൾക്കിടയിൽ വിധിക്കണം, ബിൽ ഹക്ക്, ബിൽ ഹക്ക് ഹക്ക് കൊണ്ട്. അപ്പം ബിൽ അസ ബിസ് സിക്കീൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രയോഗമാണത്. പക്ഷേ ഇവിടെ സിക്കീന് കാണാനുണ്ട്, കൈ പിടിക്കാനുണ്ട്. അതേപോലെ വടിയും കൈ പിടിക്കാനുണ്ട്. ഹക്കോ, ഹക്ക് കൈ പിടിക്കാനുണ്ടോ? ഇല്ല. ഹക്ക് എന്താണ്? ഹക്ക് നീതിയാണ്, ന്യായമാണ്. നീതിയും ന്യായമാണ്, അതുകൊണ്ട് വിധിക്കാനാണ്. അപ്പോൾ അത് കൈ പിടിക്കുന്ന ഒരു സംഗതിയല്ല, പിന്നെ അതൊരു ആശയമാണ്. അപ്പം ആ ആശയത്തെയാണ് എന്ത് ചെയ്തത്, ഒരു കൈ പിടിക്കുന്ന ഒരു വസ്തുവിനോട് എന്ത് ചെയ്തത്, ഉപമിച്ചത്. അതുകൊണ്ടാണ് ഈ ബ ഉൽ മുജാസ എന്ന് പറയുന്നത്. എൻ്റെ ഉദ്ദേശം നമ്മൾ ഒരു വടി കൊണ്ട് എങ്ങനെ അടിക്കുന്നുവോ, കത്തി കൊണ്ട് എങ്ങനെ മുറിക്കുന്നുവോ, അതേപോലെ എന്തായിരിക്കണം, നീതിയുക്തമായിരിക്കണം വിധി എന്നുള്ളതാണ്. നീതിയുക്തമായിരിക്കണം, എപ്പോഴും കൂടെ എന്തുണ്ടായിരിക്കണം, ഈ ഹക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് വിധിക്കുന്ന സമയം. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർദി ഫഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്. ഖലീഫത്തൻ ഫിൽ അർദ് തന്നെ ഈ അൽ അർദിലെ ഖലീഫ എന്നാണ്. അൽ അർദിലെ ഖലീഫ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഈ ഖലീഫ പിൻഗാമിത്വത്തെയാണ് അറിയിക്കുന്നത്. ഒരാളുടെ പിൻഗാമിയായിട്ട് ഒരാൾ എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇവിടെ ഖുദ്സിൽ ദാവൂദിനെ ഖലീഫയാക്കി നിശ്ചയിക്കുമ്പോൾ ആരുടെ പിൻഗാമിയായിരിക്കും ദാവൂദ്? ആരുടെ പിൻഗാമിയായിരിക്കും? ഈസയും ദാവൂദും. ദാവൂദ് എവിടെ, ഈസ എവിടെ? ഈസ വളരെ പിൻഗാമില്ല. അത് നമ്മളെ നാട്ടിൽ റേഷൻ കാർഡ് വന്നപ്പോഴാണ് അങ്ങനെ ഉണ്ടായത്. വാപ്പാക്ക് 15 വയസ്സും മകന് 70 വയസ്സും. ഈ BPL AP അങ്ങനെയൊക്കെ വന്നില്ലേ. അതല്ല, ഇതിവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ അവസാനത്തിലാണ് ആര് വരുന്നത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യാണ്, ദാവൂദ് ആ സൈന്യത്തിലുണ്ട്. താലൂത്തിനെ രാജാവായി നിശ്ചയിച്ച് ജാലൂത്ത് പിടിച്ചടക്കുക. ജാലൂത്തും കൂട്ടരും ഫലസ്തീയരാണ്. താലൂത്ത് ഇസ്രായേലിയരാണ്. അപ്പോൾ ഇസ്രായേലിയർ ജാലൂത്തും കൂട്ടരും ഫലസ്തീയർ പിടിച്ചടക്കിയ വിശുദ്ധ ഭൂമിയെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവരോട് അങ്ങോട്ട് പട നയിക്കാൻ പറയാണ്. ഇസ്രായേലിയരോട് പട പോകാൻ പറയണം. അപ്പോൾ അതിനവർക്കൊരു രാജാവിനെ വേണം. ആ രാജാവിനെ ചോദിച്ചപ്പോൾ അള്ളാഹു താലൂത്തിനെ നൽകി. അപ്പോൾ ഇസ്രായേലിയർ കൂട്ടാക്കിയില്ല. താലൂത്ത് എന്താണ്, രാജാക്കന്മാരുടെ സന്താന പരമ്പരയിലല്ല, ബിനിയാമീൻ്റെ സന്താന പരമ്പരയിലാണ്. അത് ഇടയന്മാരാണ്. അതുകൊണ്ട് എങ്ങനെ താലൂത്ത് ഞങ്ങൾക്ക് രാജാവാകും എന്ന് ചോദിച്ചു. താലൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ ഷാവൽ എന്ന് വായിക്കുന്ന വ്യക്തി. അപ്പോൾ അതിനവർക്ക് പ്രൂഫ് കൊടുത്ത്, അതെന്താ, താബൂത്ത് പ്രൂഫ് കൊടുത്ത്. അപ്പോൾ ഇസ്രായേലിയർ സമ്മതിച്ച്. അങ്ങനെ ജാലൂത്തിനെ തോൽപ്പിക്കാൻ, ഫലസ്തീനെ പുറത്താക്കാൻ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ പോയ സൈന്യത്തിലാണ് ആരുള്ളത്? ദാവൂദ് ഉള്ളത്. ആ യുദ്ധത്തിലാണ് ദാവൂദ് തൻ്റെ വ്യക്തിത്വം തെളിയിച്ചത്, താൻ ആരെന്നുള്ള ആ ഒരു കരുത്ത് തെളിയിച്ചത്. അതിൽ പിന്നെയാണ് എന്ത് ചെയ്തത്, ജാലൂത്തിനെ ദാവൂദാണ് കൊല്ലണത്. നമ്മൾ ആ ചരിത്രമൊക്കെ പറഞ്ഞില്ല, അതൊക്കെ വിശാലമായ വലിയൊരു ചരിത്രമാണത്. ദാവൂദ് ജാലൂത്തിനെ കൊന്നു. ദാവൂദിൻ്റെ ശക്തിയും അതേപോലെ മികവും തെളിഞ്ഞു. പിന്നെ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഖതല ദാവൂദ് ജാലൂത്തിനെ കൊന്ന അള്ളാഹു പ്രത്യേകം പ്രസ്താവിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ പറയാണ്. കാരണം അതെന്താണ്, ആ ഒരു കൊലയിൽ ദാവൂദിൻ്റെ ആ ഒരു പ്രകടനത്തിന് വലിയൊരു വിഷയമുണ്ട്. ഏതായാലും ദാവൂദിന് എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ട് അധികാരവും പ്രവാചകത്വവും നൽകണം. അതുവരെ കർഷക കുടുംബത്തിൽ ഒരു ഇടയപുത്രനായി ജീവിച്ച ദാവൂദ് പിന്നീട് എന്താകാണ്, അധികാരത്തിൽ വരികയാണ്. പ്രവാചകത്വം കൊണ്ട് ആദരിക്കപ്പെടുകയാണ്. അപ്പോൾ ആരെ തുടർന്നാണ് ദാവൂദ് വരുന്നത്? താലൂത്തിനെ തുടർന്നാണ് വരുന്നത്. അതാണ് യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർദ്. ഭൂമിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ സഫറുള്ള ഈ പ്രത്യേക ഭൂമിയാണ്. നിങ്ങളെ നാം ഖലീഫയാക്കി നിശ്ചയിക്കുന്നു. താലൂത്തിനിപ്പുറം താങ്കളെ ഖലീഫയാക്കി നിശ്ചയിക്കുന്നു.
അള്ളാഹിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിലല്ല. അത് മനസ്സിലാക്കാനാണ് ഞാനിവിടെ ചരിത്രം ഉദ്ധരിച്ചത്. ഫഹ്കും ബൈനന്നാസി ബിൽ ഹക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്കിടയിൽ ഹക്ക് കൊണ്ട് വിധിക്കണം. ഹക്ക് കൊണ്ട് വിധിക്കണം. വലാ തത്തബിഉൽ ഹവ. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത് അൽ ഹവ, ഹവയെ. എന്താ ഈ ഹവ? ഹവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഇഷ്ടം മഹബത്തിനാണ് ഹവ എന്ന് പറയാം. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹത്തിൻ്റെ ഇച്ഛ എന്നാണ്, ദേഹത്തിൻ്റെ ഇഷ്ടം എന്നാണ്. ദേഹത്തിൻ്റെ ഇഷ്ടം ഹവ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആരുടെ ഹവ എന്ന് പറഞ്ഞില്ല. വലാ തത്തബിഉൽ ഹവ, നിങ്ങൾ ഹവയെ പിൻപറ്റരുത് എന്നാണ് പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ വിധിക്കുമ്പോൾ ഹക്ക് കൊണ്ട് വിധിക്കണം, ഹവയെ പിൻപറ്റരുത്. അപ്പോൾ ഹവ എന്നുണ്ടെങ്കിൽ ചിലപ്പം വിധിക്കുന്ന ആൾക്ക് സ്വാർത്ഥമായ ഹവ ഉണ്ടാവും അല്ലേ, സ്വന്തം ഇഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ വാദിയും പ്രതിയും ഉള്ളിൽ പ്രതി സ്വന്തം ഭാര്യയാണെന്ന് നോക്കുക, സ്വന്തം മകനാണെന്ന് നോക്കുക, കൂട്ടുകാരനാണെന്ന് നോക്കുക, തൻ്റെ നേതാവാണെന്ന് നോക്കുക, തൻ്റെ കക്ഷിക്കാരനാണെന്ന് നോക്കുക, തൻ്റെ പാർട്ടിക്കാരനാണെന്ന് നോക്കുക, തൻ്റെ കുടുംബക്കാരനാണെന്ന് നോക്കുക. അവർക്കൊക്കെ ഹവ ഉണ്ടാവും. വലാ തത്തബിഉൽ ഹവ, എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? ഹവയെ പിൻപറ്റാൻ പാടുള്ളതല്ല. അത് സ്വന്തത്തിൻ്റെ ഹവയായാലും സ്വന്തക്കാരുടെ ഹവയായാലും വലാ തത്തബിഉൽ ഹവ, ഹവയെയല്ല പിൻപറ്റേണ്ടത് ആരെയാണ്? ഹക്കിനെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് വലാ തത്തബിഉൽ ഹവ. ഹവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇഷ്ടമാണ്, ഇഷ്ടങ്ങൾ. പണ്ട് ഒരുത്തൻ പറഞ്ഞില്ലേ, ഉഹിബ്ബുഹ അസ്സൂദാനി ഉഹിബ്ബുലി ഇയ്യാഹ സൂദൽ കിലാബി അറിയില്ലേ. ഒരാൾക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ശാരീരിക പ്രകൃതിയായിരുന്നു അവർക്ക്. പക്ഷേ ഇഷ്ടം കാരണത്താൽ അവളോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ ആ ഒരു പാരമ്യത കാരണത്താൽ അയാൾ പറഞ്ഞു പോയതാണ് ഉഹിബ്ബുലി ഇയ്യാഹ അസ്സൂദാനി, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്ന അവളോടുള്ള ഇഷ്ടം കാരണത്താൽ സൂദാനിയെ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുഹ, അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുലി ഇയ്യാഹ സൂദൽ കിലാബി എന്നാണ്. അവളോടുള്ള ഇഷ്ടം കാരണത്താൽ ഞാൻ കറുത്ത പട്ടികളെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഹുബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? കാട് കയറും. ഏതായാലും വലാ തത്തബിഉൽ ഹവ, ഒരിക്കലും ഹവയെ പിൻപറ്റരുത്. വഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്, ഹക്ക് പ്രകാരം വിധിക്കാനാണ് പറയുന്നത്. ഫയുദില്ലക അൻ സബീലില്ലാഹ്, ഹവയെ പിൻപറ്റി ഹക്ക് കൊണ്ട് വിധിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? ഫയുദില്ലക, അത് താങ്കളെ തെറ്റിക്കും. ഫയുദില്ലക, ആ അന്യായം താങ്കളെ തെറ്റിക്കും. അൻ സബീലില്ലാഹ്, അള്ളാൻ്റെ സബീലിനെ തൊട്ട്. അള്ളാൻ്റെ സബീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ പ്രീതി നേടേണ്ട, അള്ളാൻ്റെ പ്രീതിയിലേക്ക് എത്തിക്കുന്ന വഴിയുണ്ട്, റൂട്ട്. അൻ സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ തൃപ്തി, അതാണല്ലോ ലക്ഷ്യം. അള്ളാൻ്റെ തൃപ്തി, അള്ളാൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതൊക്കെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വഴി, സബീൽ, മാർഗം, അതിൽ നിന്ന് താങ്കളെ തെറ്റിക്കും. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, തീർച്ചയായും തീർച്ചയായും കൂട്ടർ യദില്ലൂൻ, അവർ തെറ്റുന്നു. അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ സബീലിനെ തൊട്ട്, അള്ളാൻ്റെ തൃപ്തിയും സ്വർഗവും നേടേണ്ട വഴിയെ തൊട്ട് ആര് തെറ്റുന്നുവോ, ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും, അവർക്കുണ്ട് അദാബുൻ ഷദീദുൻ, കഠിനമായ ദണ്ഡനം, ശിക്ഷയുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്, എന്താ? യൗമുൽ ഹിസാബിനെ അവർ മറന്നു, അത് കാരണത്താൽ. ബിമാനസു, സബബിയ, മാ മസ്ദരിയ എന്ന് പറയും. ബിമാനസു എന്ന് പറഞ്ഞാൽ ബിനിസിയാനിഹിം എന്നർത്ഥം. ബിനിസിയാനിഹിം, അവരുടെ മറവി കാരണത്താൽ. നോക്കിയാൽ നിങ്ങൾ, ബ സബബിയ, കാരണം എന്നർത്ഥം ചോദിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ മസ്ദരിയ എന്നതിന് പറയാം. മാനസു, അവർ മറന്നത് എന്നാണ്. അപ്പോൾ ഈ മായും നസു എന്നുള്ള ക്രിയയും ചേർന്ന് ക്രിയാധാതുവിൻ്റെ അർത്ഥം അതാണ് നിസിയാൻ. അപ്പോൾ ബിമാനസു എന്ന് പറഞ്ഞാൽ ബിനിസിയാനിഹിം, അവരുടെ മറവി കാരണത്താൽ. ആരെ മറവി കാരണത്താൽ? യൗമുൽ ഹിസാബ് ഹിസാബിൻ്റെ ദിനം, വിചാരണയുടെ ദിനം എന്ന് പറഞ്ഞാൽ എന്താ? പരലോകത്തെ
അവർ മറന്നു, അത് കാരണത്താൽ ലഹും അദാബുൻ ഷദീദ്, അവർക്ക് എന്തുണ്ട്? ഷദീദായ അദാബുണ്ട്. ഇവിടെ ബിമാനസ് എന്ന് പറഞ്ഞാൽ അവർ മറന്നത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ കേവലം മറന്നതാണ് വിഷയം? മറന്നതാണ് വിഷയം അല്ല, പിന്നെ മറവിക്കപ്പുറം ചിലത് സംഭവിച്ചിട്ടുണ്ട്. അതെന്താ? അവർ പിന്നെ മറക്കുകയല്ല ചെയ്തത്, പിന്നെയോ മറക്കുകയും മറന്നതിനെ തുടർന്ന് അവരെന്തും ചെയ്തിട്ടുണ്ട്? തിരിഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ട്. കേവലം ഒരു വിസ്മൃതിയല്ല അവർക്ക് ഉണ്ടായിട്ടുള്ളത്, പിന്നെയോ വിസ്മൃതിക്കപ്പുറം എന്ത് ചെയ്തു? പരലോകത്തെ അവർ പിന്നെ മറന്നു, അത് കാരണത്താൽ അവരെന്ത് ചെയ്തു? ഉപേക്ഷ വരുത്തി, പുറംതിരിഞ്ഞു. അവർ എന്ത് ചെയ്തു? പിന്നെ പരലോകത്തെ മറന്നുകൊണ്ട് അവർ പല തിന്മകളും ചെയ്തു. അതാണ് വിഷയം. കേവലം മറവിയല്ല വിഷയം, ആ മറവിയെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് വിഷയം. അപ്പോൾ ലഹും അദാബുൻ ഷദീദും ബിമാ നസു യൗമൽ ഹിസാബ്, യൗമുൽ ഹിസാബിനെ അവർ മറന്നത് കാരണത്താൽ അവർക്ക് പിന്നെ കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ചില വിഷയങ്ങൾ കൂടി ഇതിൽ പറയേണ്ട. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇതിൻ്റെ മസലകൾ ചിലത് പറയാം. മശിയത്തില്ല.